ഗൈസ്, അത്യാവശ്യം വലിയൊരു ചാക്ക് കെട്ട് ബീച്ചിൽ കൊണ്ടിട്ട ശേഷം ഒരു സ്ത്രീ പെട്ടെന്ന് തിരിഞ്ഞു നടന്ന് പോവുകയാണ്. തൊട്ടപ്പുറത്തെ പാറയിൽ നിന്നും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇനി ഇത് വല്ല വേസ്റ്റ് ആണോ അതോ വല്ല മന്ത്രവാദമാണോ എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കൊണ്ടുകളഞ്ഞ ഐറ്റം ആണെങ്കിൽ ബീച്ച് മൊത്തം കിടന്ന് ഇങ്ങനെ ഒഴുകുമ്പോൾ കൊണ്ടുകളഞ്ഞ ആളാണെങ്കിൽ ജെറ്റ് വിട്ട പോലെ തിരിഞ്ഞു പോലും നോക്കാതെ നടന്നു പോവുകയാണ്. എന്തായാലും ആകാംക്ഷ മൂത്തത് എന്താണെന്ന് അറിയാൻ അടുത്തേക്കൊന്ന് പോയി നോക്കിയ ശേഷം ഈ ഒരു വിവരം നമ്മൾ സ്പോട്ടിലുണ്ടായിരുന്ന ലൈഫ് ഗാർഡുകളെ ഇൻഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കാസ്റ്റിംഗ് തുടങ്ങിയപ്പോൾ പിന്നെ നടന്നത് ഒരു ട്വിസ്റ്റ് ആണ്. നമ്മുടെ ഷാനവാസ് ബ്രോയുടെ ഫസ്റ്റ് കാസ്റ്റിംഗിൽ തന്നെ ഒരു ഉഗ്രൻ സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. ആദ്യത്തെ മീനിന്റെ ഫൈറ്റ് കണ്ട് ബാരക്കൂടെ ആണെന്ന് കരുതിയെങ്കിലും മീൻ പൊങ്ങി ചാടിയപ്പോഴാണ് കറക്റ്റ് ആളെ നമുക്ക് പിടികിട്ടിയത്. നമ്മുടെ ഈ ഹാർഡ് ലൂർ കയറി സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് ഒരു കാളാഞ്ചിയാണ് കേട്ടോ. ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ആയി മീൻ അതിന്റെ ഫുൾ പവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ ഈ ഒരു ഏരിയയിലെ ഫിഷിംഗിൽ ലിമിറ്റേഷൻസ് വളരെയേറെ കൂടുതലുമാണ്. വെള്ളത്തിൽ പാറയും കല്ലുകളും ഒക്കെ കൂടുതലായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയാൽ പോലും മീൻ പൊട്ടിച്ചോണ്ട് അതിന്റെ പാട്ടിന് പോകും കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രയാസമുള്ള ഒരു ടെക്നിക്കാണ്. തിരയടിക്കുന്ന അനുസരിച്ച് മീനിനെ ഒഴുക്കി ഈ സൈഡിലത്തെ ചാല് പോലത്തെ ഏരിയയിൽ കയറ്റേണ്ടതുണ്ട്. ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മീനിനെ അടിച്ച് പാറയുടെ മണ്ടയിലേക്ക് കയറ്റുന്നതിന്റെ പകുതി കാര്യം തിര തന്നെ നോക്കിക്കൊള്ളും. പക്ഷേ ഇതിനിടയ്ക്കും നമ്മുടെ സ്റ്റിക്കിന്റെ ലൈൻ ഏതെങ്കിലും ഒരു കല്ലിൽ ചെറുതായിട്ടൊന്ന് തൊട്ടാൽ പോലും സ്പോട്ടിൽ അത് പൊട്ടിപ്പോകും കേട്ടോ. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം കാളാഞ്ചി നമ്മുടെ സേഫ് സോണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു പാറയിടുക്കിൽ നിന്നും ഇവനെ പാറയുടെ മുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഓടിച്ചെന്ന് മീനിനെ പൊക്കിയെടുത്ത് പാറയുടെ മുകളിലേക്ക് വെക്കുന്നതോടുകൂടി ഇവൻ തികച്ചും നമ്മുടെ സ്വന്തമായി മാറിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കയ്യിലെ ഈ ഒരു ഹാർഡ് ലൂർ വെള്ളത്തിന്റെ മുകളിൽ കൂടി വലിക്കുമ്പോൾ ബാരക്കൂടെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ കൂടി വലിക്കുമ്പോൾ കാളാഞ്ചിയാണ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. സ്ട്രൈക്ക് ചെയ്ത ലൂറിന്റെ പൊസിഷൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇതിന്റെ 3 ഹുക്കുകളും നല്ല രീതിക്ക് മീനിന്റെ വായിൽ പിടിച്ചിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, കാളാഞ്ചി അടിച്ചു കഴിഞ്ഞാൽ അവന്റെ ഫൈറ്റ് എന്നത് അതൊരു വേറെ ലെവൽ തന്നെയാണ്. ഇത്രയും റിസൾട്ട് ഉള്ള ഈ ഒരു ലൂർ ആവശ്യമുള്ളവർക്ക് നേരെ ഫോൺ എടുത്ത് നമ്മുടെ ഷോപ്പിലേക്ക് വിളിക്കാം കേട്ടോ.